ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ ചെമ്പനീർ പൂവിൻ്റെ ഇന്നത്തെ ഒരു സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ഈ രേവതി ഓരോരോ കള്ളങ്ങളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സ്കൂട്ടറിൽ തന്നെ ഞാൻ നിലത്ത് വീണു. ആ കറക്റ്റ് രേവതി, കറക്റ്റ് എന്നൊക്കെ സച്ചിയും പറയാണ്. ഇത് കേട്ടുകഴിഞ്ഞപ്പോഴേക്കും രവി, കറക്റ്റോ, നീ എന്തൊക്കെയാണ് ഈ പറയുന്നത്? സ്കൂട്ടർ തെന്നിയും താഴത്തേക്ക് വീണെന്നോ? എന്തൊക്കെയാണ് ഈ പറയുന്നത്? അല്ല രേവതി, ഓരോരോ കാര്യങ്ങളും പറയുന്നത് കറക്റ്റാണ് എന്നാണ് ഞാൻ പറഞ്ഞത്. അല്ല അപ്പോൾ നീ നേരത്തെ പറഞ്ഞത് സ്കൂട്ടറിൽ വന്ന ആരോ കുറുകെ ചാടി അതിനുശേഷമാണ് അവൾ താഴേക്ക് വീണെന്നല്ലേ പറഞ്ഞത്? അതേ അച്ഛാ, താഴേക്ക് വീണു. എന്നിട്ട് എന്ത് പറഞ്ഞടാ? സ്കാനിങ് ചെയ്തിട്ട് അവളുടെ തലയിൽ ഒന്നുമില്ലെന്നാ പറഞ്ഞത്. തലയിലൊന്നുമില്ലെന്നോ? നീ എന്തൊക്കെയാണ് ഇങ്ങനെ വെളിവില്ലാതെ കിടന്ന് സംസാരിക്കുന്നത് എൻ്റെ സച്ചി എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ, അല്ല അച്ഛാ, ചെറിയ മുറിവൊക്കെ പറ്റിയല്ലോ അച്ഛാ. ഈ കാലത്ത് കൈ പോലും മുറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സകലമാന സ്കാനിങ് നടത്തും, എല്ലാ ടെസ്റ്റുകളും നടത്തും. അതേപോലെ തന്നെ രേവതിക്കും ടെസ്റ്റുകളൊക്കെ നടത്തി. ചെറിയൊരു മുറിവേ തലക്കുള്ളൂ, പിന്നെ ഒരു കുഴപ്പമില്ലെന്ന് ഡോക്ടർ പറയുകയും ചെയ്തു. പിന്നെ കുറച്ച് റെസ്റ്റ് എടുക്കണമെന്ന് മാത്രം പറഞ്ഞു. അത്രയേ ഉള്ളൂ അച്ഛാ. എടാ, എന്തൊക്കെയോ ഒരു കള്ളത്തട്ടിപ്പുണ്ടല്ലോ. അപ്പോൾ വർഷയാണെങ്കിൽ അതെ ഇവരെന്തൊക്കെയോ മറച്ചു വെക്കുന്നുണ്ട്, ഇതെങ്ങനെയോ സംഭവിച്ചതാണെന്നൊക്കെ പറഞ്ഞപ്പോഴേ, ഇല്ല വർഷേ, അങ്ങനെയൊന്നുമില്ല എന്നൊക്കെ ഇവർ പറയുമ്പോൾ വരുന്നു ചന്ദ്ര. അപ്പം ചന്ദ്രയെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും അമ്മ വരുന്നുണ്ടേ. ഇനി തല്ലുപിടിച്ച് നിങ്ങൾ തല്ല് കൂടിക്കോ എന്നൊക്കെ പറയുമ്പോൾ രവിക്കാണെങ്കിൽ ചിരി സഹിക്കാൻ പറ്റുന്നില്ല. ശരി നിങ്ങളാവട്ടെ, നിങ്ങളായി, നിങ്ങളുടെ പാടായി, ഞാൻ പോവാന്നും പറഞ്ഞുകൊണ്ട് രവി അവിടെ നിന്ന് പോവാ ചിരിച്ചുകൊണ്ട്. അപ്പോൾ ചന്ദ്ര വരുന്നത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ വർഷയാണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ തന്നെ വേണം. നിങ്ങൾ ജോലി ചെയ്യാതിരിക്കാൻ വേണ്ടിയല്ലേ നിങ്ങൾക്ക് തലയെ കെട്ടി നിങ്ങൾ വന്നിരിക്കുന്നത്, അല്ലാതെ നിങ്ങളുടെ തലക്ക് ഒരു മുറിവില്ലെന്ന് എനിക്കറിയാം എന്നൊക്കെ വർഷ പറയുമ്പോൾ, എടി എൻ്റെ തലക്ക് മുറിവുണ്ടോ ഇല്ലെന്ന് തീരുമാനിക്കുന്നത് നീയാണോ? നീയാണോ ഇവിടുത്തെ ജോലികളെല്ലാം ചെയ്യുന്നത്? ഞാനല്ലേ ഇവിടുത്തെ ജോലികളെല്ലാം ചെയ്യുന്നത്. ഒരു ദിവസം നിനക്ക് ജോലി ചെയ്തെന്ന് വിചാരിച്ച് എന്താണ് കുഴപ്പം സംഭവിക്കാനായിട്ട് പോകുന്നത്? രേവതിയും അപ്പോൾ വർഷയും വിട്ടു കൊടുക്കുന്നില്ല. ഞാൻ അങ്ങനെ ജോലിയായിട്ട് തീരുമാനിച്ചിട്ടില്ല, എനിക്ക് ഇവിടുത്തെ ജോലി ചെയ്യേണ്ട ഒരാവശ്യമില്ല എന്ന് വർഷയും. അപ്പോൾ ഇവർ രണ്ടുപേരും കൂടി തല്ലുകൂടുന്നത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ചന്ദ്രയ്ക്ക് ഭയങ്കര ഒരു സന്തോഷം. അപ്പം ചന്ദ്ര ഓടി വന്നിട്ട്, വർഷ മോളെ, നീ പറഞ്ഞത് സത്യം തന്നെയാ, എല്ലാം ഇവളുടെ അഭിനയമാണ്. ഇവളുടെ തലയ്ക്ക് ഒരു പരിക്കൂല, ഇവൾ ചുമ്മാ അഭിനയിച്ചുകൊണ്ട് വന്നിരിക്കുകയാണെന്നൊക്കെ പറയാം. അതെ ആൻറ്റി, ചുമ്മാ അഭിനയം, നമുക്കറിയാൻ പാടില്ല ഇവരുടെ അഭിനയമാണെന്ന്. അപ്പോൾ നമ്മുടെ സച്ചിയാണെങ്കിൽ പിന്നെ അഭിനയമാണോ ഇല്ലേന്ന് പിന്നീട് മനസ്സിലാവും. രേവതി പറയുന്നത് കേട്ടില്ലേ, ഇതെല്ലാം നിന്റെ അഭിനയമാണെന്ന്. ഇവരല്ലേ കുറച്ചു മുമ്പ് പറഞ്ഞത് ഇവരടുക്കളയിൽ കയറി എല്ലാം ചെയ്തോളാന്നൊക്കെ. ഇപ്പോൾ വർഷ എന്ന മരുമകളെ കിട്ടിക്കഴിഞ്ഞപ്പോഴേക്കും അങ്ങോട്ട് കൂറുമാറിയേ എന്നൊക്കെ പറയുമ്പോൾ വരുന്നു ശ്രുതിയുടെ കയ്യിലൊരു പ്രസാദ പൊതിയുണ്ട്. അപ്പോൾ ശ്രുതി, ഇതെവിടെ പോയിട്ട് വന്നാണ്? അത് പിന്നെ ആൻറ്റി, ഞാനൊന്ന് അമ്പലത്തിൽ പോയിട്ട് വന്നാണ്. അമ്പലത്തിൽ പോയെന്നോ? അതെന്താ ഇപ്പം പെട്ടെന്ന് അമ്പലത്തിൽ പോകാനുള്ള കാരണം? ആൻറ്റി, ഇവിടെ ഓരോരോ പ്രശ്നങ്ങളല്ലേ ആൻറ്റി. ഞാനൊരു ജോത്സ്യനെ കണ്ട് ഇവിടുത്തെ കാര്യങ്ങളെല്ലാം തിരക്കി ആൻറ്റി. അപ്പോൾ കുടുംബത്തിൽ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്നാണ് ആ ജോത്സ്യം പറഞ്ഞത്. ആ ജോത്സ്യം പറഞ്ഞാലേ അച്ചട്ടാ, പറയേണ്ട കാര്യങ്ങൾ കറക്റ്റ് പറയും. ഞാൻ എൻ്റെ കാര്യം മാത്രമല്ല, എല്ലാവരുടെയും കാര്യം നോക്കി. പിന്നെ രേവതിയുടെ കാര്യം ഞാൻ ചോദിച്ചു. ഞാൻ ഈ സംഭവങ്ങളെല്ലാം പറഞ്ഞപ്പോഴേ ആ ജോത്സ്യൻ എന്താണ് എന്നോട് പറയുന്നറിയാമോ? നിനക്ക് കഷ്ടകാലമാണെന്ന്. ഇത് കേട്ട രേവതി ആകെ ഒന്ന് ഞെട്ടുകയാ. അപ്പോൾ സച്ചി എടുത്ത് വായിക്കും. അല്ല പൗഡറേട്ടത്തി, ഈ രേവതിയെ നിങ്ങൾ കൊണ്ടുപോയില്ല, രേവതിയുടെ മുഖം പോലും കണ്ടില്ല. അപ്പോൾ ജോത്സ്യൻ എങ്ങനെ രേവതിയുടെ കാര്യം ഇങ്ങനെ കറക്റ്റായിട്ട് പറഞ്ഞു? ഓ മനസ്സിലായി എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും ഞാൻ പറയാനുള്ളതൊക്കെ പറഞ്ഞു. രേവതി, നിനക്ക് കഷ്ടകാലം തന്നെയാണ്. ഈ ജോത്സ്യനെ നിന്റെ മുഖം ഒന്നും കാണേണ്ട ആവശ്യമൊന്നുമില്ല. കുടുംബത്തിലെ ചിലവരുടെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞാൽ മതി. ഇപ്പം തന്നെ കണ്ടില്ലേ, നിനക്ക് കഷ്ടകാലം ഉള്ളത് കൊണ്ടല്ലേ നീ ഇപ്പോൾ വീണ് നിന്റെ തല പൊട്ടിയെന്നൊക്കെ നീ പറയുന്നത്. അതൊന്ന് ആലോചിച്ച് നോക്ക്. നിന്റെ കഷ്ടകാലം മാറിയിട്ടില്ല, ഇനി നിന്നെ മനസ്സ് വേദനിപ്പിക്കുന്ന പല കാര്യങ്ങളും ഉണ്ടാകുമെന്നൊക്കെയാണ് ജോത്സ്യം പറഞ്ഞത്. അതൊക്കെ ഒന്ന് സൂക്ഷിക്കണം. എനിക്ക് അത്രയും മാത്രമേ പറയാനുള്ളൂ. അയ്യോ പൗഡറെടുത്തി സൂക്ഷിച്ചാൽ മതി. ഇത് കേട്ട ചന്ദ്രയാണെങ്കിൽ, മോളെ ശ്രുതി, ഇവനോടൊക്കെ എന്തിനാ പറയാൻ പോകുന്നത്? ഇവരൊക്കെ കുശുമ്പാണ്, അനുഭവിക്കുമ്പോൾ പഠിച്ചോളും. നിന്റെ നല്ല മനസ്സുകൊണ്ട് നീ ഓരോ കാര്യങ്ങളും ചെയ്ത് ഇവിടെ വന്നു പറഞ്ഞു. പക്ഷേ ഇതൊന്നും ഇവരുടെ ചെവിയിൽ കയറാനായിട്ട് പോകുന്നില്ല മോളെ. അതുകൊണ്ട് ഇവരോട് പറയാനും നിൽക്കണ്ട. അയ്യടാ, പറയാൻ നിൽക്കണ്ട. രേവതിക്ക് ഒരു കഷ്ടകാലമില്ല. അവളുടെ മനസ്സ് നല്ല മനസ്സാ. അതുകൊണ്ട് അവൾക്ക് ഒരു ആപത്തും സംഭവിക്കാനായിട്ട് പോകുന്നില്ല.
ദൈവം അവൾക്കൊരാപത്ത് സംഭവിക്കാനായിട്ട് അനുവദിക്കത്തുമില്ല എന്നിങ്ങനെ സച്ചി ഇങ്ങനെ പറയാം. ഞാൻ പറയാനുള്ള പറഞ്ഞു, ഇനിയെല്ലാം നിങ്ങളുടെ ഇത്. അങ്ങനെ രേവതിക്ക് ഇത് കേട്ടുകഴിഞ്ഞപ്പോഴേക്കും ആകെ ഒരു പേടി തോന്നുകയാണ്. അങ്ങനെ രേവതി കുറച്ച് കഴിഞ്ഞപ്പോഴേക്ക് രേവതി ഒരു മൂലക്ക് മാറി നിന്ന് എന്തൊക്കെയോ ആലോചിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ സച്ചി വന്നിട്ട് ഇതെന്താ നീ ഇവിടെ ഇരിക്കുന്നത്? അല്ല സച്ചി ഏട്ടാ, എനിക്കാകെ പേടി തോന്നുന്നു. ശ്രുതി പറഞ്ഞു കേട്ടില്ലേ, എനിക്ക് കഷ്ടകാലമാണ്. ആ ജ്യോത്സ്യം പറഞ്ഞു അത്രേ. അയ്യേ, ആ പൗഡർ എടുത്തി പറഞ്ഞ കാര്യങ്ങൾ ആലോചിച്ചാണ് നീ ഇങ്ങനെ ടെൻഷൻ ആവുന്നത്. അവൾ അതല്ല, അതിനപ്പുറവും പറയും. അവൾ അടവിൻ്റെ ഉസ്താദാണ്. നിനക്കിട്ട് എങ്ങനെയൊക്കെ പാര വെക്കാൻ തോന്നുന്നോ അതേപോലെയൊക്കെ ആ പൗഡർ ഇട്ടത് നിനക്കിട്ട് പാര വെക്കും രേവതി. നീ അതൊന്നും ചിന്തിക്കാൻ നിൽക്കണ്ട. അതല്ല സച്ചിയേട്ടാ, ഈ ജ്യോത്സ്യന്മാർ പറയുന്നതൊക്കെ ശരി തന്നെയാ. കാരണം എന്താണെന്നറിയാവോ, ഈ ജ്യോത്സ്യന്മാർ ഇപ്പോൾ കണ്ടില്ലേ, എൻ്റെ തലയും പൊട്ടി, കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. എന്ത് പ്രശ്നങ്ങളെല്ലാം? ഇപ്പോൾ അവൻ്റെ മനസ്സ് മാറിയില്ലേ, രേവതി നിൻ്റെ അനിയൻ്റെ മനസ്സ് മാറിയില്ലേ, ഇപ്പം നിന്നോട് ചേർന്നില്ലേ. ഇതൊക്കെ നല്ല കാര്യങ്ങളായിട്ടല്ലേ കണക്ക് കൂട്ടേണ്ടത്. അപ്പോൾ ഇതെല്ലാം കേട്ട് നിന്ന് നമ്മുടെ ശ്രുതിയാണെങ്കിലേ, രേവതിക്ക് കഷ്ടകാലമാണെന്ന് ഞാൻ പറഞ്ഞ സത്യം തന്നെയാടാ. നിൻ്റെ ഫോണിൽ നിന്ന് ഞാൻ ആ വീഡിയോ എടുക്കും. അപ്പോഴേക്കും നിന്റെ ഭാര്യയ്ക്ക് കഷ്ടകാലം തുടങ്ങോടാ. കണ്ടോ, നിന്റെ ഭാര്യ ദുരന്തം അനുഭവിക്കാൻ പോകുന്നതേ ഉള്ളൂ. നിനക്കും കഷ്ടകാലം തുടങ്ങും. നീ കണ്ടോ എന്നൊക്കെ ശ്രുതി ഇങ്ങനെ മനസ്സിന്തിക്കുകയാണ്. പക്ഷെ അപ്പോഴും സച്ചി രേവതിയെ ആശ്വാസപ്പെടുത്തുകയാണ്. ഇനി ഈ കാര്യത്തെക്കുറിച്ച് പറഞ്ഞ് വെറുതെ ബോറടിക്കാൻ നിൽക്കണ്ട. അവൾ എന്ത് വേണമെങ്കിലും പറയട്ടെ. അവൾക്ക് ആ കഷ്ടകാലം, അവൾക്കിനി കഷ്ടകാലം വരാൻ പോകുന്നേ ഉള്ളൂ. പല കള്ളങ്ങളും മറച്ചുകൊണ്ട് നടക്കുകയാണ് അവൾ. അപ്പോൾ അവളുടെ കള്ളത്തരങ്ങളെല്ലാം പൊളിഞ്ഞു കഴിഞ്ഞാൽ അവൾക്കായിരിക്കും കഷ്ടകാലം വരാനായിട്ട് പോകുന്നത്. ആ കാര്യത്തെക്കുറിച്ച് ചിന്തിക്കാതെ വന്ന് കിടന്നുറങ്ങാനായിട്ട് നോക്കുമോളെ എന്നും പറഞ്ഞുകൊണ്ട് രേവതിയും സച്ചിയും കൂടി നേരെ കിടന്നുറങ്ങാനായിട്ട് ചെല്ലുകയാണ്. അപ്പോഴും രേവതിക്ക് ഇങ്ങനെ ഉറങ്ങാതെ ഇങ്ങനെ പേടിച്ച് നിൽക്കുക. രേവതി കിടന്നുറങ്ങിയേ, ഇനി ഞാൻ പറഞ്ഞല്ലോ, ഒന്നും ചിന്തിക്കേണ്ട, സമാധാനത്തോടെ ഉറങ്ങുക. അങ്ങനെ രേവതിയെ പിടിച്ച് കിടത്തുകയാണ്. രേവതിയാണെങ്കിൽ സച്ചിയെയും കെട്ടിപ്പിടിച്ച് ഇങ്ങനെ കിടക്കുമ്പോഴും സച്ചിയേട്ടാ, അപ്പോൾ ഒരബദ്ധം ഉണ്ടാവില്ലല്ലേ? ശ്രുതി വെറുതെ പറഞ്ഞായിരിക്കുമല്ലേ? പിന്നെ അല്ലാതെ അവൾ വെറുതെ പറഞ്ഞതാ. അവൾ നിന്നെ ഒന്ന് പേടിപ്പിക്കാൻ വേണ്ടി. നിനക്ക് കഷ്ടകാലം വരണമെന്ന് അവളുടെ ആഗ്രഹം. അതുകൊണ്ട് അവൾ അങ്ങനെയൊക്കെ പറയും. കിടന്നുറങ്ങുമെന്ന് പറഞ്ഞുകൊണ്ട് ഇവർ കിടന്നുറങ്ങുക. ഇവരിങ്ങനെ കുറേ നേരം ഇങ്ങനെ കിടന്നുറങ്ങും. ഫോൺ അങ്ങനെ എടുത്ത് വെച്ചാൽ ഉറങ്ങണം കേട്ടോ. അപ്പോൾ നമ്മുടെ ശ്രീകാന്തിനെയും വർഷയും കാണിക്കുക. അവരും നല്ല ഉറക്കത്തിൽ. അപ്പോഴാണ് ശ്രീകാന്തിൻ്റെ ഫോൺ റിങ് ചെയ്യുന്ന ശബ്ദം കേൾക്കുന്നത്. അപ്പോൾ ഇത് കേട്ട വർഷയാണെങ്കിൽ ചാടി എണീക്കുകയാണ്. ശ്രീകാന്തേ, എന്താ ഇത്? നീ ഈ സമയത്താണ് അലാറം വെച്ച്? നീ അലാറം ഓഫ് ചെയ്തില്ലായിരുന്നോ? ഇതെന്താ കിടന്ന് അലാറം അടിക്കുന്നത്? അപ്പോൾ ശ്രീകാന്ത്, അത് അലാറിനല്ല, കോൾ അടിക്കുകയാണ്. എന്നാൽ പിന്നെ എടുക്ക്. അങ്ങനെ വർഷം എന്ന് പറയുമ്പോൾ അപ്പോൾ ശ്രീകാന്ത് നോക്കിക്കഴിഞ്ഞപ്പോഴേക്കേ ഇത് മേഡം ആണല്ലോ, ഇതെന്താ മേഡം വിളിക്കുന്നത് എന്ന് വിചാരിച്ചുകൊണ്ട്, മേഡം, എന്താ മേഡം? ശ്രീകാന്തേ, എന്നെ മേഡം ഒന്ന് വിളിക്കരുതെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ? പേര് വിളിച്ചാൽ മതി. എങ്കിൽ ശരി, ഞാൻ പേര് തന്നെ വിളിക്കുന്നു. എന്താ കാര്യം എന്നിങ്ങനെ ചോദിക്കുമ്പോൾ, അതെ, ഒരു റെസിപ്പിയുടെ കാര്യം ചോദിക്കാൻ വേണ്ടി വിളിച്ചത്. ആ റെസിപ്പിയുടെ കാര്യമോ? ഇപ്പോഴാണോ മേഡം റെസിപ്പിയുടെ കാര്യം ചോദിക്കുന്നത്? ഇപ്പോഴാണ് ഞാൻ ആലോചിച്ചത്. അതുകൊണ്ടാണ് ശ്രീകാന്തിനെ അപ്പം തന്നെ വിളിച്ചത്. എങ്കിൽ പറയും മേഡം, അങ്ങനെ ഒരു കറിയുടെ റെസിപ്പിയെക്കുറിച്ച് ഇങ്ങനെ പറയാം. അപ്പം ഇത് കേട്ട വർഷയ്ക്കാണെങ്കിൽ കാലിയും വരികയാണ്. എന്താണ് ഈ പാതിരാത്രിയാണോ നിൻ്റെ റെസിപ്പി? ആരാണ്? അയ്യോ വർഷേ, പതുക്കെ വർഷേ. അതെ, മേഡമാണ് മേഡം. നീ ഒന്നും മിണ്ടാതിരിക്കും. ഏത് മേഡം ആണെങ്കിലും പുറത്ത് പോയിക്കോളണം, പുറത്ത് പോയിരുന്ന് സംസാരിച്ചോളണം എന്ന് പറഞ്ഞുകൊണ്ട് ശ്രീകാന്തിനെ ഓടിച്ചങ്ങോട്ട് വിടുകയാണ്. വർഷം അവിടെ കിടന്ന് ഉറങ്ങുകയും ചെയ്യാണ്. അങ്ങനെ ശ്രീകാന്ത് ഇങ്ങനെ വരിക. അപ്പോഴാണ് നമ്മുടെ ശ്രുതിയുടെയും വരവ്. അപ്പോൾ ശ്രുതിയാണെങ്കിൽ ഈ സച്ചിയുടെ ഫോൺ എടുക്കാനുള്ള തിടുക്കത്തിലാണല്ലോ. രണ്ടുപേരും നല്ല ഉറക്കത്തിലാണ്. അതുകൊണ്ട് സച്ചിയുടെ ഫോൺ എടുക്കണം. സച്ചിയുടെ ഫോൺ എടുത്തിട്ട് അവൻ്റെ പണി കൊടുക്കണം എന്ന് വിചാരിച്ചുകൊണ്ട് ഈ ഇവളിങ്ങനെ പതിയെ വന്ന് സച്ചിയുടെ ഇങ്ങനെ അടുത്ത് നിൽക്കുക. അപ്പോഴാണ് ശ്രീകാന്ത് ഫോണും വിളിച്ചുകൊണ്ട് വരുന്നത്. അപ്പോൾ ശ്രീകാന്തിനെ ഫോൺ വിളിച്ചു വരുന്നുണ്ടെപ്പോഴേക്കും ശ്രുതി പേടിച്ചു പോയി. ശ്രുതി ഉടനെ തന്നെ അങ്ങോട്ട് മാറി അങ്ങോട്ട് ഒളിക്കുകയാണ്. അപ്പോൾ ശ്രീകാന്ത് ആണെങ്കിൽ മേഡം, അത് തന്നെ മേഡം, കൊള്ളാലോ മേഡം, എനിക്കിഷ്ടപ്പെട്ടു, നല്ല രീതിയിലാണ് മേഡം റെസിപ്പികളെല്ലാം പറയുന്നതെന്നൊക്കെ ശ്രീകാന്തും പറയാ. അങ്ങനെ ഇങ്ങനെ ഇങ്ങനെ കൊണാന്നിങ്ങനെ സംസാരിക്കുമ്പോൾ നമ്മുടെ സച്ചി ചാടിയാണെങ്കിൽ, എന്താടാ ഈ പാതിരാത്രിയാണോടെ നീ കടുക് വറക്കുന്നത്? എന്തൊക്കെയാടേ പറയുന്നത്? അത് പിന്നെ സച്ചിയേട്ടാ, ഞാനൊരു റെസിപ്പി നീ പുറത്തു പോയിരുന്ന് സംസാരിച്ചോളാം. മനുഷ്യൻ്റെ ഉറക്കം കളയാൻ വേണ്ടി നീ എന്തൊക്കെയാടേ ചെയ്യുന്നത്? അപ്പോൾ സച്ചിയുടെ സൗണ്ട് കേട്ടുകഴിഞ്ഞപ്പോഴേക്കും ശ്രീകാന്ത് പുറത്തേക്ക് ഇറങ്ങി ഓടുകയാണ്. സച്ചി കിടന്ന് ഉറങ്ങുകയും ചെയ്യാണ്. അപ്പോൾ ശ്രുതിയോടെ ഒളിച്ചു നിൽക്കുകയാണല്ലോ. അപ്പോഴാണ് നമ്മുടെ ശ്രുതിയുടെ വരവ്. അപ്പോൾ ശ്രുതിയെ ഇങ്ങനെ വന്നിട്ടുണ്ടെപ്പോഴേക്കും സച്ചി ചാടി കഴിയുന്നത് ഒറ്റണത്തിന് ഉറക്കമില്ല. എന്താടാ? ഞാൻ പിന്നെ അപ്പോഴേക്കും നോക്കിയാൽ ശ്രുതി അവിടെ നിൽക്കുന്നു. ശ്രുതി, നീ എന്താ ഇവിടെ?
അപ്പോൾ ശ്രുതി അവിടെ ഒളിച്ചിരിക്കുന്നത് നമ്മുടെ സച്ചിയും കാണുകയാണ്. ആ എന്തോ കള്ളത്തരം ഉണ്ടല്ലോ രണ്ടെണ്ണത്തിനും. ശ്രുതി, നീ എന്തിനാ ശ്രുതി വന്നത്? അത് പിന്നെ ശ്രുതി, ഞാനേ വെള്ളം എടുക്കാൻ വേണ്ടി വന്നതാണ്. അയ്യോ സെയിം പിച്ച്, ഞാനും വെള്ളം എടുക്കാൻ വേണ്ടി തന്നെ വന്നാണ്. അതെ, നമുക്ക് രണ്ടുപേർക്കും ഒരു ബോട്ടിൽ മതിയേ. അയ്യോ, രണ്ടെണ്ണം ഉറക്കൂലാതെ വെള്ളം എടുക്കാൻ വേണ്ടി വന്നിരിക്കുന്നു. എന്തൊക്കെയാ കള്ളത്തട്ടിപ്പുണ്ട് നിങ്ങളുടെ കേട്ടോ, മനസ്സിലായ കാര്യങ്ങളൊക്കെ എന്നും പറഞ്ഞുകൊണ്ട് സച്ചി അവിടെ കിടന്ന് ഉറങ്ങുകയാണ്. ഇവർ വെള്ളം എടുത്തുകൊണ്ട് പോവുകയാണ്. അപ്പോൾ ശ്രുതിയാണെങ്കിലും പണ്ടാരം ഇപ്പോൾ വന്നിരിക്കുന്നത് കണ്ടില്ലേ, മനുഷ്യൻ്റെ ലക്ഷ്യങ്ങൾ കളയാൻ വേണ്ടി എന്ന് പറഞ്ഞുകൊണ്ട് പോവാം. അപ്പോൾ ശ്രീകാന്ത് ഇങ്ങനെ ഫോൺ വിളിച്ചുകൊണ്ടിരിക്കുമ്പോൾ വർഷ വന്ന് തോളി കയറി പിടിക്കണം. എന്താ ശ്രീകാന്തേ, നീ എന്താണ് ഈ കാണിക്കുന്നത്? അത് പിന്നെ മേഡത്തോട് സംസാരിക്കുമായിരുന്നു. മേഡം എന്നോട് ഒരു റെസിപ്പിയുടെ കാര്യം ചോദിക്കുമായിരുന്നേ. ആ റെസിപ്പിയുടെ കാര്യം ഞാൻ പറഞ്ഞു കൊടുത്താണ്. ഹോഹോ, പാതിരാത്രിയാണോ നിന്റെ റെസിപ്പി? നാളെ ഇതേപോലെ ഞാൻ ഫോൺ വിളിക്കും. നീ എന്നോട് കുറേ നേരം സംസാരിച്ചോളാം. ഫോൺ എങ്ങാനും കട്ട് ചെയ്ത് പോയാൽ എനിക്ക് ബിസിയാണെന്നും പറഞ്ഞ് പോയി കഴിഞ്ഞാൽ പൊന്നുമോനെ, എൻ്റെ സ്വഭാവം നീ ശരിക്കറിയും. ഞാൻ വിളിക്കുമ്പോൾ കുറേ നേരം എന്നോട് സംസാരിച്ചോളാം. ഇത് കഴിഞ്ഞപ്പോഴേക്കും ശ്രീകാന്ത്, എൻ്റെ ദൈവമേ പെട്ടു. എന്താ പറ്റില്ലേ? ആ പറ്റും എങ്കിലേ ഇപ്പോൾ വന്ന് കിടന്നുറങ്ങാൻ നോക്കെന്ന് പറഞ്ഞുകൊണ്ടിട്ട് പോവാം. പിറ്റേ ദിവസം രാവിലെ കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ രേവതിയാണെങ്കിൽ കറി ഉണ്ടാക്കുന്ന കാര്യം ഈ സച്ചി കാണുകയാണ്. രേവതി, നീ എന്തോ രേവതി ചെയ്യുന്നത്? രേവതി നിന്നോട് പറഞ്ഞില്ല അടുക്കളയിലോട്ടൊന്നും കയറരുതെന്ന്, എന്നിട്ട് നീ എന്താണ് ചെയ്തു കൂട്ടുന്നത് എന്ന് ചോദിക്കാം. അത് പിന്നെ അടുക്കളയിൽ കയറാതെ പിന്നെ അടുക്കളയിൽ കയറാനാ, ഞാനിതെല്ലാം ചെയ്യണ്ടേ എന്ന് പറഞ്ഞപ്പോഴേക്കും അത് പിന്നെ അമ്മ കയറിക്കോളാന്ന് പറഞ്ഞല്ലോ. അമ്മ അങ്ങനെയൊക്കെ പറയും, എന്നാലും അമ്മ ഇപ്പം കയറിയില്ലല്ലോ, ഞാൻ ഇതെല്ലാം ഉണ്ടാക്കാം. വേണ്ട രേവതി, നീ അടുക്കളയിൽ കയറി നീ തലക്ക് വയ്യാതെ നീ ഉണ്ടാക്കാൻ നിൽക്കണ്ട. ഡോക്ടർ റെസ്റ്റ് എടുക്കണമെന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. എൻ്റെ സച്ചിയായിട്ടൊന്ന് മാറി നിന്നുണ്ട്. ഇത് കഴിഞ്ഞിട്ട് വേണം എനിക്ക് പൂവിക്കാൻ പോകാനായിട്ട്. പൂവിക്കാനോ? അതെ, എനിക്ക് പൂവിക്കണ്ടേ? രേവതി, നീ എങ്ങോട്ടും പോകേണ്ട ആവശ്യമൊന്നുമില്ല. നീ ഇവിടെ ഇരുന്നാൽ മതി. നിന്നോട് റെസ്റ്റ് എടുക്കണമെന്ന് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. എൻ്റെ സച്ചിയേട്ടാ, തർക്കിക്കരുത്. കാരണം അത് വിറ്റില്ലെങ്കിൽ ശരിയാവില്ല. ഞാൻ ഒരുപാട് പേർക്കെല്ലാം ഓർഡർ കൊടുത്തിട്ടുണ്ട്. ആ ഓർഡർ തന്നവർക്കൊക്കെ എനിക്ക് കൊടുത്തേ മതിയാവുള്ളൂ. അല്ലെങ്കിൽ നമ്മളെ വിശ്വസിച്ചല്ലേ ഓർഡർ തന്നിട്ടുള്ളത്. അപ്പം എനിക്ക് പോവണ്ടേ രേവതി? ഞാൻ പറയുന്നൊന്ന് കേൾക്ക് സച്ചിയേട്ടാ. എനിക്കറിയാം സച്ചിയേട്ടാ, ഞാനങ്ങനെ വീട്ടിലിരുന്നാൽ ശരിയാവില്ല സച്ചിയേട്ടാ. സച്ചിയേട്ടൻ പേടിക്കണ്ട, എനിക്കൊരു കാര്യവും വരില്ല. അപ്പോഴാ വർഷ ഇതെല്ലാം കേട്ടുകൊണ്ട് വരുന്നത്. രേവതേച്ചി, അതാണ് സ്നേഹമുള്ള ഭർത്താക്കന്മാര്, ഭാര്യയോടൊപ്പം തന്നെ ഉണ്ടാകും. അങ്ങനെ പറഞ്ഞു കൊടുക്കുക എൻ്റെ വർഷേ. ഏതായാലും രേവതി, ഞാനും വരുന്നു നിൻ്റെ ഒപ്പം പൂ വെക്കാനായിട്ട്. അപ്പം സച്ചിയേട്ടൻ ഓട്ടത്തിന് പോകുന്നില്ലേ? ഇല്ല, ഞാൻ പോകുന്നില്ല. അപ്പം അതെല്ലാം മുടങ്ങൂലേ? ഇന്നൊരു ദിവസത്തേക്ക് ഞാൻ നിൻ്റെ ഒപ്പം വരുന്നുള്ളൂ. എന്നിട്ടേ ഞാൻ ഡ്രൈവ് ചെയ്തോളാം. നീ എൻ്റെ ബാക്കിലിരുന്നാൽ മാത്രം മതി. ഡ്രൈവ് ചെയ്യൂല്ലേ, അതിൻ്റെ പൈസ എനിക്ക് തന്നാൽ മതി രേവതി. ഇത് കേട്ട രേവതി ഞെട്ടിപ്പോവാണ്. അപ്പോൾ വർഷയ്ക്ക് ചിരി സഹിക്കാൻ പറ്റുന്നില്ല. അത് കൊള്ളാം. അതേ രേവതി, ഞാൻ ഓട്ടം പോയാലില്ലെങ്കിലും നിന്റെ വണ്ടിയല്ലേ ഓടിക്കുന്നത്, അപ്പം എനിക്ക് ആ പൈസ തന്നാൽ മതി. അയ്യടാ മോനെ, ഇനിയിപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് പൈസ കിട്ടുമെന്ന് നിങ്ങൾ വിചാരിക്കണ്ട. നിങ്ങൾക്ക് ഞാൻ പൈസ തരേയില്ല. അതെന്താ രേവതി? അല്ല, ഞാൻ ഓടിക്കുന്ന അത്രയും പൈസ തന്നില്ലെങ്കിലും അതിൻ്റെ പകുതി തന്നാൽ മതി. ഞാൻ അത്രയേ കണക്ക് കൂട്ടുന്നുള്ളൂ. ഇതിനെ കൊണ്ടൊക്കെ തോറ്റു. എന്താണ് സച്ചിയേട്ടത്? അപ്പോൾ വർഷയാണെങ്കിൽ നടക്കട്ടെ, രണ്ടുപേരും കൂടി പൂവൊക്കെ വിറ്റിട്ട് വാ, അടിച്ച് പൊളിച്ചിട്ടൊക്കെ വാ എന്നൊക്കെ പറയാ. അങ്ങനെ നമ്മുടെ സച്ചി ഈ രേവതിയും കൊണ്ട് വണ്ടിയിൽ ഇങ്ങനെ അടിപൊളിയായിട്ട് പോവുക. അപ്പം അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ റിവ്യൂടെ അവസാനിച്ചിരിക്കുന്നത്. അടുത്ത റിവ്യൂവിനെ കാത്തിരിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചു. നമസ്കാരം. താങ്ക് യു. സീ അഗൈൻ. ബൈ.